Hello everyone, welcome to Vedantu Malayalam channel. It's me Lenny Daisy, physics master teacher. അപ്പോൾ മക്കളെടാ മലയാളം വേദാന്തു മലയാളത്തിന്റെ നീറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് സ്ട്രാറ്റജി സെഷൻസ് ടിപ്സ് ട്രിക്സ് ഒക്കെ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. സോ ഇതുവരും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഇതൊരു റീസൺ ആയിട്ട് കാണാം. ആൻഡ് ഷെയർ ചെയ്തിട്ടില്ല നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ഡിമോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആൻഡ് ഓൾസോ നിങ്ങളോട് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം പല അപ്ഡേറ്റ്സും നമ്മൾ ഏറ്റവും ആദ്യം വന്ന് പറയുന്നുണ്ട്. സോ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള മിസ്റ്റേക്സ് നമ്മൾ എടുത്തെടുത്ത് പറയുന്നുണ്ട്. സോ ഇതൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ എന്താ പറയാ, ആ ഒരു ടൈമിൽ ആ പ്രോപ്പർ ആയിട്ട് ആ ടൈമിൽ കേട്ടില്ല, കുറച്ച് കാലം കഴിഞ്ഞിട്ട് ആ ഇതൊക്കെ ഇൻസിഡന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരിത് പറഞ്ഞായിരുന്നല്ലേ എന്ന് ആലോചിച്ച് സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇന്നത്തെ ഈ ഒരു നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നീറ്റ് 2024 ഇത്തവണ റിപ്പീറ്റേഴ്സ് ആയിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കുക. റിപ്പീറ്റേഴ്സ് ആണോ കൂടുതൽ ക്രാക്ക് ചെയ്യാനുള്ള ചാൻസ്, അഥവാ ഇത്തവണത്തെ +2 പഠിക്കുന്ന സ്റ്റുഡൻസ് ആണോ കൂടുതൽ ക്രാക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുള്ളത്? ഈ ഒരു സാധ്യതയെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ തീർച്ചയായിട്ടും ഇത്തവണ റിപ്പീറ്റേഴ്സിന് ഒരു വെല്ലുവിളി തന്നെയാണ് +2 മക്കൾ എന്ന് പറയുന്നത്. കാരണം അതിന് ഒന്നാമത്തെ റീസൺ നിങ്ങൾക്ക് തന്നെ അറിയാം, റിപ്പീറ്റേഴ്സിന്റെ ഏറ്റവും വലിയൊരു ഒരു എന്താ പറയാ, എല്ലാവരും ഞാൻ ടാർഗറ്റ് ചെയ്ത് പറയില്ല കേട്ടോ. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ ഒരുപാട് സമയമുണ്ട് അല്ലെ. നമ്മൾ ഓൾറെഡി +1 +2 പഠിച്ചു ആൻഡ് 1 ഇയർ അഗെയിൻ ഇത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഒരുപാട് സ്റ്റുഡൻസ് ഫ്രം ദി സ്റ്റാർട്ടിങ് അല്ലെ +1 മുതൽ നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആയിരിക്കും. ഓക്കെ, സോ ഡെഫിനറ്റ്ലി അവരെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ സമയം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സമയം കൂടുന്തോറും നമുക്ക് എന്താ പ്രത്യേകത, ഇപ്പൊ നമ്മുടെ ഒരു എക്സാം പോസ്റ്റ്പോൺ ചെയ്താൽ നമ്മൾ എങ്ങനെയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. യെസ്, നമ്മൾ എനിക്ക് സമയമുണ്ടല്ലോ നാളെ പഠിക്കാം, ഓക്കെ എനിക്ക് സമയമുണ്ടല്ലോ നാളെ പഠിക്കാം, ഇനി അടുത്ത ആഴ്ച ആവട്ടെ, അടുത്ത പിറ്റത്തെ ആഴ്ച ആവട്ടെ, ഇങ്ങനെ നാളെ നീളിയായി പോകും അല്ലെ. ആ ഒരു സെയിം ഇൻസിഡന്റ് റിപ്പീറ്റേഴ്സിന്റെ ഇടയിൽ പലപ്പോഴും സംഭവിച്ചു കണ്ടിട്ടുണ്ട്. സോ റിപ്പീറ്റേഴ്സ് ഇത്തവണ സ്ട്രോങ് അല്ല എങ്കിൽ ഇത്തവണത്തെ കപ്പ് നമ്മുടെ എന്താ പറയാ, ഇത്തവണത്തെ +2 സ്റ്റുഡൻസ് തന്നെ കൊണ്ടുപോകും. കാരണം അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിലബസ് റെഡ്യൂസ് ചെയ്തു തന്നെയാണ്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ എന്താ പറയാ, ഇൻ ദി ബിഗിനിങ്, ഓക്കെ നമ്മുടെ ഈ നീറ്റ് എക്സാമിന്റെ ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ, അതായത് റിപ്പീറ്റേഴ്സ് ഓൾസോ അതുപോലെ തന്നെ +2 സ്റ്റുഡൻസ് ആണെങ്കിലും ഏറെക്കുറെ എന്താ പറയാ, രണ്ടുപേരും ഒരു എട്ടാലി ആയിരുന്നു. അതായത് രണ്ട് ടീംസിനും, അതായത് +2 സ്റ്റുഡൻസ് ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ചെയ്യുന്നവർക്കും റിപ്പീറ്റേഴ്സിനും നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റിയിരുന്നു. ഓക്കെ, ആൻഡ് പിന്നീട് വന്നപ്പോഴത്തേനും റിപ്പീറ്റേഴ്സ് ഇങ്ങനെ കയറി ക്രാക്ക് ചെയ്യുന്നവരുടെ എണ്ണത്തിൽ റിപ്പീറ്റേഴ്സ് ഇങ്ങനെ കയറി വരുന്നു. +2 മക്കളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. ആൻഡ് അഗെയിൻ നമ്മുടെ കൊറോണയുടെ ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനത്തിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. റിപ്പീറ്റേഴ്സ് കുറച്ച് താഴ്ന്നു വന്നപ്പോഴത്തേനും +2 പിള്ളേരുടെ കുറച്ച് കൗണ്ട് കൂടുതൽ വന്നിരുന്നു. നീറ്റിന് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നമ്മുടെ +2 കുട്ടികൾക്ക് സാധിച്ചിരുന്നു. അവിടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറോണ വന്നപ്പം കൂടുതൽ സമയം കുട്ടികൾക്ക് പഠിക്കാനായിട്ട് കിട്ടി. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, അതായത് ഒരു റിപ്പീറ്ററും അതേപോലെ തന്നെ ഇപ്പൊ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മേജർ ആയിട്ട് നിങ്ങൾ തമ്മിലുള്ള ഒരു ഡിഫറൻസ് വൈസ് നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ സമയമാണ്. ഓക്കെ, ടൈം ഇസ് എവറിത്തിങ്. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ടൈം നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടെങ്കിലും അതേ സമയം ആ 24 hours നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ, റിപ്പീറ്റേഴ്സ് യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നോബഡി ക്യാൻ ബീറ്റ് യു. ഓക്കെ, നിങ്ങൾ ഒരാൾക്കും ബീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒന്ന് ചിന്തിച്ച് നോക്കിയാടാ, രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിരുന്നു. ആൻഡ് അഗൈൻ 1 year ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇവർക്കൊരു മാക്സിമം ഒരു 2-3 hours ആണ് നീറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം അവർക്ക് ബോർഡ്സ് ബാലൻസ് ചെയ്യണം, അവിടുത്തെ പ്രാക്ടിക്കൽ എക്സാംസ് ഉണ്ട്, അതിന് വേറെ കുറെ തലവേദനകളുണ്ട്, ഹോംവർക്ക് ഉണ്ട്, അസൈൻമെന്റ് ഉണ്ട്, സെമിനാർ ഉണ്ട്. ഇതെല്ലാം അറ്റൻഡ് ചെയ്യുന്നതിനിടയിൽ ഒരു ഹാർഡ്ലി ഒരു 2 or 3 hours ആണ് നീറ്റിന് വേണ്ടി പഠിക്കാനായിട്ട് അവർക്ക് ഡെയിലി ബേസിസിൽ കിട്ടുക. പക്ഷെ നിങ്ങൾക്ക് അതല്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 8 മണിക്കൂർ നിങ്ങൾ ഉറക്കത്തിന് മാറ്റി വെച്ച് കഴിഞ്ഞാലും ഒരു 2 മണിക്കൂർ നിങ്ങൾക്ക് ബ്രേക്ക് ടൈം, അതായത് ഓവറോൾ ബ്രേക്ക് ടൈം, നിങ്ങളുടെ എന്താ പറയുക ഫുഡ് അടിക്കാനുള്ള സമയം എല്ലാം നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും എഗെയിൻ എല്ലാം പോട്ടാടാ, ഒരു 15 മണിക്കൂർ കണ്ണും പൂട്ടി നിങ്ങൾക്ക് കിട്ടും അല്ലെ. 15 മണിക്കൂർ നിങ്ങൾക്ക് കണ്ണും പൂട്ടി കിട്ടുന്നുണ്ട്. ഇവിടെ 2 മണിക്കൂർ ഡെയിലി ബേസിസിൽ കിട്ടുന്നിടത്ത് നിങ്ങൾക്ക് 15 മണിക്കൂർ കിട്ടുന്നുണ്ട്. സോ നോ ബഡി ക്യാൻ ബീറ്റ് യു. പക്ഷെ നമ്മൾ എന്താ പ്രശ്നം, നമ്മൾ ഈ 15 മണിക്കൂർ നമ്മൾ യൂട്ടിലൈസ് ചെയ്തില്ല, നമ്മൾ സമയം ഉണ്ടെന്ന് വിചാരിച്ച് അങ്ങ് വലിപ്പിക്കും. നിങ്ങൾക്ക് ഈ സമയത്തിന്റെ കണക്ക് തന്നെ അറിയുമ്പോൾ റിപ്പീറ്റേഴ്സിന് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം അടിപൊളി ആ സമയം എനിക്ക് കിട്ടുന്നുണ്ട്, എന്തുകൊണ്ട് ഞാൻ അത്രയും യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത്. സോ ഇന്ന് മുതൽ നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുക, എന്തായാലും ഞാൻ സമയം യൂസ് ചെയ്യും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. സോ എഗെയിൻ അപ്പൊ നമ്മുടെ കൊറോണയിലോട്ട് നമ്മൾ വന്നപ്പോൾ കൊറോണയിൽ നമുക്ക് മനസ്സിലായി എന്താണ്, കൊറോണ വന്നപ്പം ഒരുപാട് +2 സ്റ്റുഡൻസിന് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റി. കാരണം അവർക്ക് ഒരുപാട് സമയം കിട്ടിയിരുന്നു. ഓക്കെ, നീറ്റിന് വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് സമയം കിട്ടിയിരുന്നു. എഗെയിൻ ഇവിടെ നമ്മൾ വരുമ്പോഴൊന്ന് നോക്കിക്കേടാ, ഇവിടെ സിലബസ് റെഡ്യൂസ്
ആയി. ഓക്കെ, ഒരുപാടൊന്നും മാറ്റം വന്നിട്ടില്ലെങ്കിലും മാറ്റം വന്നിട്ടുണ്ട് അല്ലെ, മാറ്റം വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് അവർക്ക് പഠിക്കാനുള്ള സമയം, ഓരോ ചാപ്റ്ററിനും ഇൻവെസ്റ്റ് ചെയ്യേണ്ട സമയം അവിടെ കൂടും. ഓക്കെ, അവിടെ നമുക്ക് റിപ്പീറ്റേഴ്സിന് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്, വലിയൊരു ചാലഞ്ച് തന്നെയാണ് പ്ലസ് ടു സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. സോ ഇത്തവണത്തെ റിസൾട്ട് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കുന്നത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ, ഇപ്പം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടുമോ എന്ന് പേടിച്ചിരിക്കുന്നവർക്ക് നിങ്ങൾക്കുള്ള ഒരു പ്രതീക്ഷയുടെ വാക്കും കൂടെയാണ്. കാരണം സിലബസ് റെഡ്യൂസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിനും ഓരോ ടോപ്പിക്കിനും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയം കൂടുതലാണ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞിട്ട്, നിങ്ങളുടെ ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് ഒരു മാസം അല്ലെ, ഒരു മാസം നിങ്ങൾക്ക് ബാക്കി കിടപ്പുണ്ട്. സോ ഇത്രയും സമയത്തിനുള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഒരു പടി മുകളിൽ നിൽക്കാനായിട്ട് നിങ്ങൾക്ക് റിപ്പീറ്റേഴ്സിന് മുമ്പിൽ നിൽക്കാനായിട്ട് സാധിക്കും. ആൻഡ് റിപ്പീറ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഇത്തവണ ഈ പറയുന്ന 15 മണിക്കൂറും ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് കിട്ടുന്ന 15 മണിക്കൂറും സെലിബ്രേഷൻസും കാര്യങ്ങളോടൊക്കെ നിങ്ങൾ നോ പറയണം. കാരണം മക്കളെ, എടാ ഇവര് പുതിയ വരുന്ന പിള്ളേർ കുറച്ച് പ്രശ്നക്കാരാണടാ. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം, കാരണം നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഓരോ വർഷവും കൗണ്ട് കൂടിക്കൊണ്ടിരിക്കുക, ഓരോ വർഷവും റിപ്പീറ്റേഴ്സിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ വർഷവും എന്താ പറയാ നീറ്റ് ആസ്പിറൻസിന്റെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് മീൻസ് ഒരുപാട് പേര് ആഗ്രഹിച്ചു വരുന്നുണ്ട്. ആഗ്രഹിച്ചു വരുന്നവരെ നമുക്ക് തടയാൻ പറ്റത്തില്ല. അവർ നല്ലപോലെ പ്രിപ്പയർ ചെയ്യും, അവർ ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ ഡെഫിനറ്റ്ലി അവരൊക്കെ നമുക്ക് എന്താണ്, വെല്ലുവിളിയാണ്. അവരെ ബീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളും ആഗ്രഹിക്കണം, അവരെക്കാൾ ഒരു പടി മുന്നിൽ നിന്ന് ആഗ്രഹിക്കണം, അവരെക്കാൾ ഒരു പടി മുന്നിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങണം. സോ ഡെഫിനറ്റ്ലി റിപ്പീറ്റേഴ്സ് ഇനി മുതൽ കിട്ടുന്ന 15 മണിക്കൂറും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ സ്പെൻഡ് ചെയ്യുക. ആൻഡ് പ്ലസ് ടുവിലെ മക്കളെ, ഇതൊക്കെ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. അത് ഏറ്റവും ക്വാളിറ്റി ടൈം ആയിരിക്കും. ഐ എം ടെല്ലിങ് യു, നമുക്ക് ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. എക്സാമിന്റെ തലേ ദിവസം എന്തുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്, ലിമിറ്റഡ് ടൈമേ ഉള്ളൂ അല്ലെ. ഇനി ഈ സമയത്തിനുള്ളിൽ ഇത് ഫിനിഷ് ചെയ്തേ പറ്റത്തുള്ളൂ, എങ്കിലേ എനിക്ക് നാളെ എക്സാമിന് മാർക്ക് വാങ്ങാൻ പറ്റത്തുള്ളൂ. സോ ആ ലിമിറ്റഡ് ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ക്വാളിറ്റിയും കൂടിയാണ്. അത്രയും സമയം നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കും, അത്രയും നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കും. ആൻഡ് അതും വേസ്റ്റ് ചെയ്യരുത്. കാരണം ഇവിടെ ഇവർക്ക് 15 മണിക്കൂർ കിട്ടുന്നത് നിങ്ങൾക്ക് 2 മണിക്കൂറാണ് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ഓൾറെഡി അവർ പ്ലസ് 1 പ്ലസ് 2 പഠിച്ചതാണ്, വീണ്ടും റിവിഷൻ കഴിഞ്ഞ ആൾക്കാരാണ്. അവരുടെ മുമ്പിലാണ് ഒരു തവണ റിവിഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ ചെല്ലുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഒരു റിവിഷൻ കൊണ്ട് ഒന്നും ആവില്ല. നീറ്റ് 2024 നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. മിനിമം NCERT ഒരു 3 പ്രാവശ്യമെങ്കിലും വായിച്ചിരിക്കണം. ദാറ്റ് മീൻസ് ഒരു 3 പ്രാവശ്യമെങ്കിലും നമ്മുടെ പ്രോപ്പർ കംപ്ലീറ്റ് റിവിഷൻ കഴിഞ്ഞിരിക്കണം. അത് എന്റെ മക്കളൊന്ന് മനസ്സിൽ വെച്ചിരിക്കുക കേട്ടോ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്തവണത്തെ നീറ്റ് എക്സാം, ഓക്കെ, നീറ്റ് എക്സാം നിങ്ങൾക്ക് ഒരു അടിപൊളി എക്സാം ആകട്ടെ എന്ന് ഞാൻ വളരെ 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 സ്നേഹപൂർവ്വം, അല്ലെങ്കിൽ എന്താ പറയാ, അത്യധികം എന്താ പറയാ, ആഗ്രഹത്തോടും കൂടെ പറയുവാണ്. അതിന്റെ കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, നമ്മുടെ വേദാന്തുവിന്റെ വീക്ക് ക്വിസ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ആ ക്വസ്റ്റൻസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. വൺസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ, ഒരു കോൺഫിഡൻസ് ലെവൽ കൂടും. ആൻഡ് ഓൾസോ ടെലഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോട്ട്സ് കിട്ടാനും, അതുപോലെ തന്നെ നമ്മൾ ലൈവിലായിട്ട് നിങ്ങളുടെ അടുത്ത് ഒരുപാട് ക്വസ്റ്റൻസ് ചോദിക്കാനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ കേൾക്കാൻ വേണ്ടി ഞങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. സോ ഇപ്പൊ തന്നെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങളുടെ, ഇല്ലെങ്കിൽ ടെലഗ്രാമിൽ പോയി ജസ്റ്റ് വേദാന്തു മലയാളം എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. സോ മക്കളെ, സ്റ്റേ ട്യൂൺഡ് ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ് ആൻഡ് അപ്ഡേറ്റ്സ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.